വിശദമായി നോക്കാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പടിഞ്ഞാറേക്കല്ലട മൺട്രോത്തുരുത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണങ്കാട്ടുകടവ് പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമാകുന്നു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കുന്നത്തൂർ താലൂക്ക് നിവാസികൾക്ക് കൊല്ലത്തെത്താനുള്ള എളുപ്പമാർഗമാകും. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കണ്ണങ്കാട്ടുകടവ് മൺട്രോത്തുരുത്ത് പാലം നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. 150 മീറ്റർ നീളവും 15 മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളായി. അതിനായി സർക്കാർ അനുവദിച്ച 4.33 കോടി രൂപ കളക്ടർക്ക് കൈമാറി. ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 24.21 കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി സാങ്കേതിക അനുമതിയും ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൻ്റെയും ചിരകാല സ്വപ്നമാണ് ഈ പദ്ധതിയിലൂടെ കണ്ണങ്കാട്ട് പാലം അതുപോലെ മൺട്രോത്തുരുത്തിനെ ബന്ധിപ്പിക്കുന്ന ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഒരു ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. നമുക്കറിയാം 2012 ഇതിൻ്റെ മണ്ണ് പരിശോധനയൊക്കെ നടന്നതാണ്. എന്നാൽ അതിനുശേഷം ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. എന്നാൽ ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരത് നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ഇതിനിപ്പം വസ്തു ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 4.33 കോടി രൂപ അനുവദിക്കുകയും ഈ പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് 24.5 കോടി രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിനും അതുപോലെ തന്നെ മൺട്രോത്തുരുത്ത് പഞ്ചായത്തിനും ടൂറിസം മേഖലയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ട് കൂടിയാണ് ഈ പാലം വരുന്നതോടുകൂടി ഉണ്ടാവുന്നത്. പുതിയ പാലത്തിനായി 2012 മണ്ണ് പരിശോധന നടത്തിയതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടായില്ല. കൊല്ലം കുന്നത്തൂർ താലൂക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. മൺട്രോത്തുരുത്ത് പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തുകളുടെ ഗതാഗത സൗകര്യ വികസനത്തിന് സഹായകരമാകുന്നതാണ് കണ്ണങ്കാട്ട് പാലം. കൊന്നയിൽക്കടവ് പാലത്തിന്റെ അനുബന്ധ പാതയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ റെയിൽവേ ലൈനിനു സമാന്തരമായാണ് പുതിയ പാത നിർമ്മിക്കുന്നത്. കണ്ണങ്കാട്ട് കടവിൽ പാലം വന്നാൽ കുന്നത്തൂർ താലൂക്കിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരം 10 കിലോമീറ്റർ ലാഭിക്കാൻ കഴിയും. കായംകുളം കൊല്ലം ബൈപ്പാസായി ഉപയോഗിക്കാനും സാധ്യതയേറെയാണ്. കായംകുളം, ചാരുമൂട്, ചക്കുവള്ളി, ഭരണിക്കാവ്, ശാസ്താംകോട്ട, കാരാളിമുക്ക്, കണ്ണങ്കാട്ട്, മൺട്രോത്തുരുത്ത് വഴി വേഗത്തിൽ കൊല്ലം ബൈപ്പാസിൽ എത്താൻ സാധിക്കും. കൊല്ലം തേനി ദേശീയപാതയും ഇതുവഴിയാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 ശാസ്താംകോട്ട. ഇടുക്കിയിൽ മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ട് 2.5 വർഷത്തിലധികമായി. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,80,000 രൂപയാണ്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് വലിയ ദുരിതമാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമി നിമിഷനേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർ ജീവിതത്തിനുള്ള ഏക പ്രതീക്ഷ സർക്കാരിൽ നിന്നുള്ള സഹായമാണ്. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്. 2023 ഇടുക്കിയിലാകെ 400 അപേക്ഷകളിലായി 25,80,000 പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത്. ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,33,000 രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4.25 ലക്ഷത്തിൽ അധികവും, ഇളംദേശം ബ്ലോക്കിൽ 3,77,000 കട്ടപ്പനയിൽ 3,43,000 രൂപ വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1 ലക്ഷത്തിലധികം രൂപയുണ്ട്. 1/2 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ്. ഇടുക്കി ജില്ലയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആന, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം മൂലവും ഏക്കർ കണക്കിന് കൃഷിയാണ് എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടാവണം. കാർഷിക രംഗത്തെ വിലയിടിവും ഉൽപ്പാദനക്കുറവ് മൂലം ഏലം കൃഷി തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഏലകൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ കൃഷികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ അടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി.
കോഴിക്കോട് കൊടിയത്തൂരിൽ മാവേലി സ്റ്റോറിനെതിരെ പാരഡി ഗാനം പാടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം. മാവേലി സ്റ്റോറിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ട സാധനങ്ങൾ മാസങ്ങളായി ഇല്ലാതായതോടെയാണ് പ്രതിഷേധം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 9ാം വാർഡ് മെമ്പറുമായ ബാബു പൊലുക്കുന്നാണ് വ്യത്യസ്തമായി പ്രതിഷേധിച്ചത്. പൊതുവിപണിയിൽ പലവ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കും ഉൾപ്പെടെ വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരുടെ ആശ്രയമാണ് മാവേലി സ്റ്റോറുകൾ. എന്നാൽ കൊടിയത്തൂർ മാവേലി സ്റ്റോറിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്ന സാധനങ്ങൾ മാസങ്ങളായി ലഭിക്കാതായതോടെയാണ് വാർഡ് മെമ്പർ വ്യത്യസ്ത പ്രതിഷേധത്തിനിറങ്ങിയത്. മാവേലി സ്റ്റോറിനെതിരെ പാരഡി ഗാനവും ആലപിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 9ാം വാർഡ് മെമ്പറുമായ ബാബു പൊലുങ്കുന്ന് സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഗാനമാണ് ആലപിച്ചത്. സപ്ലൈക്കോയിൽ നമ്മൾ പോയി എന്നാൽ സപ്ലൈക്കായി സാധനമൊന്നും എന്ന് വരുമെന്ന് ചോദിച്ചാലോ വാവിട്ടു നിൽക്കുന്നു ജീവനക്കാർ. എന്ന് വരുമെന്ന് ചോദിച്ചാലോ വാവിട്ടു നിൽക്കുന്നു ജീവനക്കാർ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം 12 മണിവരെ നീണ്ടു. സാധാരണക്കാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ സർക്കാർ വീണ്ടും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ബാബു പൊലുങ്കുന്ന് പറഞ്ഞു. നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2 മാവേലി സ്റ്റോറിൽ ഞാൻ പലപ്പോഴും സന്ദർശിക്കും. അപ്പോൾ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ. ഇവിടെ ഈ സബ്സിഡി സാധനങ്ങൾ ഇല്ല. കാരണം ജീവനക്കാർ ബുദ്ധിമുട്ടാണ്. 5 മാസം ഇത് പല പ്രാവശ്യം ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഒരു ഗ്രാമീണ മേഖലയാണ് നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പം ഇത് സർക്കാർ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഇതിൽ മെയിനായിട്ട്. സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി സാധനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബാബു പൊലുക്കുന്ന് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ നിവേദനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലുലത്തിന് കൈമാറി. ന്യൂസ് 18 കൊടിയത്തൂർ. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. ഇടുക്കിയിൽ കായിക മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ 1000 വിദ്യാർത്ഥികൾ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശം. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചാണ് പ്രിൻസിപ്പലിന്റെ അറിയിപ്പ്. ഇടുക്കി മുണ്ടിയെരുമ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ് നിർദ്ദേശം നൽകിയത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് രക്ഷിതാക്കളെ നിർദ്ദേശം അറിയിച്ചത്. നെടുങ്കണ്ടത്ത് ഫെബ്രുവരി 3 ഉദ്ഘാടനം ചെയ്യുന്ന നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പരിപാടിയിലാണ് 1000 കുട്ടികൾ പങ്കെടുക്കണമെന്ന നിർദ്ദേശം. വിദ്യാർത്ഥികൾ 350 രൂപ ട്രാക്ക് സൂട്ട് വാങ്ങാൻ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. 3-4 ദിവസം കൊണ്ട് ഇത്രയും തുക കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. എല്ലാ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ പിൻവലിച്ച് നമ്മുടെ പേരൻസിനും അല്ലെ കുടുംബാംഗങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് വേണം സ്കൂൾ ഗവൺമെന്റ് മുന്നോട്ട് പോകുവാനായിട്ട്. കുട്ടികളെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് 750 രൂപ 1050 രൂപ ഒക്കെ മുടക്കി 2-3 കുട്ടികൾക്ക് ട്രാക്ക് സൂട്ട് എടുത്ത് അത് യൂണിഫോമാക്കി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കുട്ടികളെ ഒന്നുകിൽ സ്കൂൾ യൂണിഫോമിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഡ്രസ്സിൽ ആ ദിവസം കൊണ്ടുവരുന്നതിന് നമുക്ക് യാതൊരു ആക്ഷേപവുമില്ല. സംഭവം അറിഞ്ഞിട്ടില്ലെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നു. രക്ഷിതാക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര വിലങ്ങര ക്ഷേത്രത്തിൽ രഥസമർപ്പണം നടന്നു. തിരുവിതാംകൂർ യുവരാജാവ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് ദേവരഥ സമർപ്പണം നടത്തിയത്. ദേവസങ്കല്പങ്ങളുടെ ശില്പങ്ങളിലാണ് രഥം തീർത്തിരിക്കുന്നത്. തേക്കിൻതടിയിൽ തീർത്ത രഥത്തിന് 20 അടിയോളം ഉയരമുണ്ട്. രഥയോട്ടത്തിൽ ദേവരഥത്തിൽ എഴുന്നള്ളിക്കുന്നതിനുള്ള പഞ്ചലോഹ വിഗ്രഹം ആചാരങ്ങളോടെയാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. തിരുവിതാംകൂർ യുവരാജാവ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ രഥസമർപ്പണം നടത്തി. മദനന്റെ നേതൃത്വത്തിലുള്ള 15-ൽ പരം ശില്പികൾ ചേർന്നാണ് രഥം നിർമ്മിച്ചത്. ഭാഗ്യ സുനിൽ എൻ പിള്ളയാണ് 25 ലക്ഷം രൂപ മുടക്കി രഥം സമർപ്പിച്ചത്. ഈ ജില്ലയിലെ ഏതാണ്ട് 40ഓളം ക്ഷേത്രങ്ങളിൽ എത്തുന്ന കാവടി ഘോഷയാത്ര കിഴക്കേ ക്ഷേത്രത്തിലെത്തി ഇവിടെ സ്വർണ്ണക്കാവടിയും പഞ്ചലോക കാവടിയും അനുഗമിച്ചുകൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തി അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രഥം 3 പ്രദക്ഷിണം വെച്ച് ഇത് എഴുന്നള്ളിക്കും. പിന്നെ വൈകിട്ട്
ഭസ്മക്കാവടിയോടനുബന്ധിച്ചും ഈ രഥം 3 തവണ ഇവിടെ എഴുന്നള്ളിക്കും. അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഭസ്മാഭിഷേകം കഴിഞ്ഞ് ഈ തൈപ്പൂയ മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള വിലങ്ങറ കാവടിയാട്ടം സമാപിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. പെർമിറ്റ് പരിധി ലംഘിച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ഇടുക്കി പൂപ്പാറയിൽ നിന്ന് ആരംഭിച്ച അടിമാലി തൊടുപുഴ വഴി മുണ്ടക്കയത്തേക്ക് സർവീസ് നടത്തുന്ന PPK & സൺസ് ബസിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഒരു ഭാഗത്തേക്ക് 140 കിലോമീറ്റർ മാത്രമേ സർവീസ് നടത്താവൂ എന്ന നിയമം നിലനിൽക്കെ 165 കിലോമീറ്ററോളം സർവീസ് നടത്തുന്നത് നിയമലംഘനമാണ്. എന്നാൽ ഇത്തരത്തിൽ പൂപ്പാറ, അടിമാലി, തൊടുപുഴ, മുണ്ടക്കയം റൂട്ടിൽ PPK & സൺസ് എന്ന സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നതായി ചൂണ്ടിക്കാട്ടിയിട്ട് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. 140 കിലോമീറ്ററിന് ശേഷം എവിടെയെങ്കിലും വെച്ച് യാത്രക്കിടെ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ യാത്രക്കാർക്കോ ജീവനക്കാർക്കോ യാതൊരു ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല എന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ഓരോ നിയമവും. കേരളത്തിൽ ഒരു നിയമവും കേന്ദ്രത്തിൽ ഒരു നിയമവും. കേന്ദ്രത്തിന്റെ പെർമിറ്റ് ഓടുന്ന റോബിൻ ബസ് ഈ കേരളത്തിൽ രാത്രി 11 മണിക്കും 12 മണിക്കും AMBയെ വിളിച്ച് 7,000 10,000 കെട്ടുന്ന ഈ സർക്കാരിന് ഇവിടെ പെർമിറ്റ് ഇല്ലാണ്ട് ഓടുകയും അവിടെ പെർമിറ്റ് സഹിതം ഉള്ള വണ്ടി നിരന്തരം തടയും. അപ്പോൾ ഇത് ന്യായമാണോ? ഇതിന് ഈ സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിലവിൽ വരുന്ന ഈ യാത്രക്കാരുടെ സുരക്ഷിതം ഇത് ആര് നൽകും? ഇതിന് ഒരു അപകടമുണ്ടായാൽ ഈ 49 ബസ് ഏകദേശം ഇടുക്കിയിലും ഓടുന്നുണ്ട്. ആരോടും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളോ ഒന്നുമില്ല, സർവീസ് നടത്തരുതെന്നും പറയുന്നില്ല. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ കൊന്നത്തടി നിവാസി EN രാധാകൃഷ്ണൻ ഇടുക്കി RTOയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിൽ 2020 മുതൽ 2023 വരെ ജില്ലയിൽ ഒരു സ്വകാര്യ ബസിനും 140 കിലോമീറ്ററിന് പുറത്ത് സർവീസ് നടത്തുവാൻ പെർമിറ്റ് നൽകിയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് PPK & സൺസ് ബസിന്റെ അപകടയാത്ര ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് ആരോപണം. യാത്രക്കാരുടെ ജീവന് സുരക്ഷിതത്വം നൽകാതെ നടത്തുന്ന ഇത്തരം അനധികൃത സർവീസുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമസഹായം തേടുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ പാർവതി ഇലക്ട്രിക് വീൽചെയർ ലഭിച്ച സന്തോഷത്തിലാണ്. പക്ഷേ ഇനി വേണ്ടത് വീട്ടിലേക്ക് വീൽചെയറിലെത്താൻ ഒരു വഴിയാണ്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+. തുടർന്ന് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സിൽ പ്രവേശനം. ആദ്യകാലത്ത് സ്കൂളിലെത്തിയിരുന്ന ഇലക്ട്രിക് വീൽചെയർ തകരാറിലായതോടെ അച്ഛനെന്നും ഓട്ടോറിക്ഷയിൽ സ്കൂളിലെത്തിക്കുകയും കൊണ്ടുവിടുകയും ചെയ്തു. വീട്ടിലേക്ക് വീൽചെയർ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സമീപത്തെ വീട്ടിൽ വെച്ച ശേഷം അച്ഛൻ ചുമലിലെടുത്താണ് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. പാർവതിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ സ്കൂൾ അധ്യാപകർ കൂട്ടായി ആലോചിച്ചു. അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുനീറിന്റെ ഇടപെടലിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്ത് ഇലക്ട്രിക് വീൽചെയർ വാങ്ങി നൽകി. സ്കൂളിൽ നിന്നും 5 കിലോമീറ്ററിലധികം ദൂരെയുള്ള വീട്ടിലേക്ക് ഇനി ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാമെന്നത് ആഹ്ലാദം നൽകുമ്പോഴും വീട്ടിലേക്കുള്ള വഴി എന്നത് പാർവതിക്കും കുടുംബത്തിനും സ്വപ്നമായി അവശേഷിക്കുകയാണ്. നന്മ കൂട്ടായ്മയുടെ പേരിൽ എനിക്കൊരു ഇലക്ട്രിക് വീൽചെയർ നൽകിയതാണ്. എനിക്കൊരു വീൽചെയർ 2 വർഷം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നു. എന്നാൽ അത് കേടായതുകൊണ്ട് എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ തക്കവണ്ണം അതൊന്നും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ അച്ഛൻ എന്നും ഓട്ടോയിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അവസ്ഥയും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ട് ഈ സ്കൂളിലുള്ള മുനീർ സാറും പിന്നെ അതുവഴി അറിഞ്ഞ നന്മ കൂട്ടായ്മയിലുള്ള എല്ലാവരും എനിക്ക് സഹായിച്ച് ഒരു പുതിയ ഇലക്ട്രിക് വീൽചെയർ തന്നു. അതിന് ഒരുപാട് നന്ദി പറയുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് മുഴുവൻ കാശും ചെലവാക്കി എനിക്ക് വേണ്ടി എന്നെ അറിയാത്ത ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്തിയിട്ടില്ല, രഹസ്യമായിട്ട് ഈ വലിയ നന്മ എനിക്ക് വേണ്ടി ചെയ്തു തന്ന അങ്കിളിന് ഒരുപാട് നന്ദി എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ അറിയിക്കുന്നു. വീട്ടിലേക്ക് ആവശ്യമായ വഴി സൗകര്യം ഒരാൾ നൽകിയെങ്കിലും അത് വീൽചെയർ പോകാൻ കഴിയുന്ന റോഡാകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കനിയണം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ പാർവതിക്ക് വീൽചെയർ കൈമാറി. ന്യൂസ് 18 കായംകുളം. ന്യൂസ് 18 വേണ്ടി G ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. പട്ടാമ്പി.
മുക്കം കടവ് പാലത്തിന് സമീപം SK സ്മൃതി കേന്ദ്രത്തിലെ മുളം ചോലയിൽ ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഏറുമാടം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഏറുമാടത്തിന്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ നിർവഹിച്ചു. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും സംഗമഭൂമിയായ മുക്കം കടവ് പാലത്തിന് സമീപം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച SK സ്മൃതി കേന്ദ്രത്തിനോട് ചേർന്നുള്ള മുളം ചോലയിലാണ് ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏറുമാടം നിർമ്മിച്ചത്. പഴയ കാലത്ത് കർഷകർ വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ നിർമ്മിച്ചിരുന്നതാണ് ഏറുമാടം. പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, മുളച്ചോലയിൽ നിത്യേന എത്തുന്ന നിരവധി ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം എന്നീ ഉദ്ദേശത്തോടെയാണ് ബഹുസ്വരം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏറുമാടം നിർമ്മിച്ചത്. മുക്കത്തെ ഏക പൊതു ഇടം എന്ന് തന്നെ പറയാം. ആളുകളെ ധാരാളമായി ആകർഷിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ മുളങ്കാട്. ഇവിടെ ഇപ്പോൾ പുതുതായി ഒരു ഏറുമാടം ബാബു മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏറുമാടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് ആളുകൾ കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ രക്ഷപ്പെടാനും അവയെ ആട്ടി ഓടിക്കാനും ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഏറുമാടം. ഇന്നത് എല്ലാ സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലൊക്കെ ഇന്നത് വ്യാപകമായി ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊതു ഇടത്തിൽ വന്ന് പുഴയിൽ നിന്നുള്ള കാറ്റ് കൊണ്ട് അതുപോലെ മുളങ്കാടിൻ്റെ കുളിർമ കൊണ്ട് ആളുകൾക്ക് ഇരിക്കാനും ഉല്ലസിക്കാനും വിനോദിക്കാനുമുള്ള ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ സംഘാടകരുടെ ഉദ്ദേശം. ബഹുസ്വരം അംഗങ്ങളായ ബാബു മാസ്റ്റർ, കരീം വെളുത്തോടത്ത്, സലാം കാരമൂല, GN ആസാദ്, N മുഹമ്മദ് കുട്ടി മാസ്റ്റർ, വീരാൻകുട്ടി മാസ്റ്റർ, N അബ്ദുൾ സത്താർ, ഷാഫി മാസ്റ്റർ, മുഹമ്മദ് ഇല്ലക്കണ്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 4 ദിവസത്തോളം എടുത്താണ് ഏറുമാടം നിർമ്മിച്ചത്. ഏറുമാടത്തിന്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ട്, സലാം തേക്കുംകുറ്റി, ഡോക്ടർ മനോജ്, മുക്കം സലീം, K അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി അടിച്ച ഭാഗ്യവാൻ ഇപ്പോഴും അജ്ഞാതനായി തുടരുകയാണ്. നറുക്കെടുപ്പ് കഴിഞ്ഞ് 3 ദിവസമായിട്ടും ആർക്കാണ് ലോട്ടറി അടിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. 30 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് ഏൽപ്പിക്കണമെന്നാണ് ചട്ടം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നേടിയ ഭാഗ്യശാലി ഇതുവരെ ലോട്ടറി വകുപ്പിന് മുന്നിലോ അല്ലെങ്കിൽ ഈ ലോട്ടറി വിറ്റ ലക്ഷ്മി ലക്കി സെന്ററിലോ എത്തിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു ലോട്ടറി നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതുവരെയും ആരാണ് ഈ ഭാഗ്യശാലി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഈ കടയിൽ നിന്ന് തന്നെയാണ് ലോട്ടറി എടുത്തത്. പക്ഷേ ഇതുവരെയും ആള് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇതുവരെ ആള് വന്നിട്ടില്ല. നമ്മുടെ കടയിലല്ല വരുന്നത്, ലോട്ടറി ഡയറക്ടറേറ്റിലിട്ട് പോകും. അതുമല്ലെങ്കിൽ ബാങ്കിലാണ് ഇത് സബ്മിറ്റ് ചെയ്യണത്. വലിയ എമൗണ്ട് ആണ്. നമുക്ക് 5000 രൂപ വരെ മാറാനേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് നിങ്ങൾ എല്ലാം പറഞ്ഞാൽ നമ്മളറിയും. അല്ലെങ്കിൽ അടിച്ച പാർട്ടിയാണ് ഞങ്ങളെ വിളിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറയാം. അതും അല്ലെങ്കിൽ ലോട്ടറി ഡയറക്ടറേറ്റിൽ അവർ ഏൽപ്പിച്ചതിന് ശേഷം നമ്മളടുത്ത് പറയും, ഇന്ന പോലെ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയത്. ചിലവർ പുറത്ത് പറയത്തില്ല, എനിക്കാണ് സമ്മാനം കിട്ടി, വലിയ എമൗണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയും വരാം. എന്നാലും 3 ദിവസമായി ഇതുവരെ പാർട്ടി വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ബാങ്ക് അവധിയല്ലേ, ചിലപ്പോൾ അതും ഒരു കാരണമായിരിക്കാം. ഇന്ന് ബാങ്ക് അവധി ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ കൊടുക്കാമെന്നായിരിക്കാം. അല്ലെങ്കിൽ അടുത്ത തിങ്കളോ ചൊവ്വയോ മിക്കവാറും കൊടുക്കുമെന്നൊരു ഉറപ്പുണ്ട്. ഒരു 90-99% എവിടെയെങ്കിലും കൊടുക്കും. വലിയ എമൗണ്ട് ആയിട്ടായിരിക്കും പുറത്ത് പറയാത്തത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഇരിക്കാൻ ലോട്ടറി അടിച്ച് പറഞ്ഞ നേരത്തെ വന്നിട്ടുണ്ട്, ഓരോ ആളുകൾ വിളിക്കാറുണ്ട് കള്ളം പറഞ്ഞിട്ട് എൻ്റെ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ കോളൊന്നും വരുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെ എനിക്കാണ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ ഫസ്റ്റ് പ്രൈസ് ഈ 20 കോടിക്ക് വേണ്ടി എനിക്ക് അടിച്ച് അതിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ ഒന്നും ഇതുവരെ ആ ഒരു കോൾ വന്നിട്ടില്ല. കൺസലേഷൻ 1 ലാഖ് അടിച്ചവർ വിളിച്ചിട്ടുണ്ട്, വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാറാമെന്നും പറഞ്ഞിട്ടുണ്ട്. 1 ലാഖ് അതായത് പ്രോത്സാഹന സമ്മാനം 10 സീരീസ് ആണ്. അതിൽ 1 സീരീസിനാണ് ഫസ്റ്റ് പ്രൈസ്. ബാക്കി 9 പേർക്കും സീരീസ് മാറിയവർക്ക് 1 ലക്ഷം രൂപ വെച്ച് കിട്ടും. അതെ, ആ നമ്പറിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടും. അതിൽ ഗവൺമെന്റ് 61,000 62,000 രൂപ അവർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ തിരുവനന്തപുരം ജില്ലാ ബാക്കിക്കുറയിൽ കൊടുത്ത് മാറാം. DLO ഓഫീസുണ്ട് തമ്പാനൂർ, അവിടെ കൊടുത്ത് മാറുക. ഇവിടുന്നാണ് വിറ്റ ടിക്കറ്റിനാണ് പ്രൈസ് ശേഷം കച്ചവടം എല്ലാം കൂടിയിട്ടുണ്ടോ? കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല തിരക്കുണ്ട്. ഈ 3 ദിവസം കൊണ്ട് നല്ല കച്ചവടമുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സെയിൽ ഈ 3 ദിവസം കൊണ്ട് വളരെ മാറ്റമുണ്ട്. ആൾക്കാർ ഒരുപാട് അറിഞ്ഞു വരികയാണ് നമ്മുടെ ലക്ഷ്മി ലക്കി സെന്റർ ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഈ ബമ്പർ ഇറങ്ങാത്തതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമം. സാധാരണ ബമ്പറൊക്കെ ഒരുപാട് എടുക്കും. ഡ്രാ കഴിഞ്ഞ് 3 ദിവസമായിട്ട് ഇതുവരെ ബമ്പർ കിട്ടിയില്ല. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബമ്പർ കിട്ടുകയാണെങ്കിൽ അതിന്റെ സെയിൽ കുറച്ചുകൂടെ കിട്ടും.
ഇപ്രാവശ്യം നമുക്ക് അടുത്ത ബമ്പർ നല്ല സെയിലായിരിക്കുന്നു പ്രതീക്ഷയുണ്ട്. ഈ നല്ലൊരു സമ്മാനം കിട്ടിയതല്ലേ, 20 കോടി നല്ലൊരു സമ്മാനമാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോട്ടറിയിൽ ആൾക്കാർക്കുള്ള വിശ്വാസം കൂടുകയാണെന്ന് തോന്നുന്നു, കൂടുതൽ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കേരള ലോട്ടറി എല്ലാവർക്കും ഒരു വിശ്വാസം എന്ന് വെച്ചാൽ 25 കോടി അടിച്ച ആൾക്ക് കിട്ടി, 12 കോടി അടിച്ചത് കിട്ടി, അങ്ങനെ ഒരുപാട് പേർക്ക് സമ്മാനം അടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടിക്കറ്റ് കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ നാളത്തെ ടിക്കറ്റ് എൻ്റെ ഇല്ല, തീർന്നു എന്ന് വേണം പറയാം. അത്രയ്ക്ക് സെയിലുണ്ട്, എല്ലാവരും വിശ്വാസമുണ്ട്, എല്ലാവരും ഈ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഭാഗ്യം ഇവിടെ കിടന്ന് കറങ്ങാണെന്ന് തോന്നുന്നു. കുറച്ചപ്പുറത്താണ് ഒരു കഴിഞ്ഞ 9 വർഷത്തെ ഓണം ബമ്പർ അടിച്ചത്. അതെ, ഒരു കഴിഞ്ഞ ഓണം ബമ്പർ ഭഗവതി ലോട്ടറിക്ക് 25 കോടി കിട്ടിയത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ചുറ്റിപ്പറ്റി നിറയെ പ്രൈസ് ഉണ്ട്. ഇപ്പം നമുക്ക് 20 കോടി കിട്ടി, രണ്ടാമത്തേതാണ്. ആദ്യം 25 കോടി, ഇപ്പോൾ 20 കോടി. 2 വലിയ സമ്മാനങ്ങൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഈ ചില്ലറ ടിക്കറ്റ് 40 രൂപ ടിക്കറ്റിൽ 50 ലക്ഷം, 70 ലക്ഷം, 75 ലക്ഷം, 1 കോടിയൊക്കെ ഇപ്പം നിറയെ അടിക്കുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. അത് നമ്മളാരും പുറത്ത് പറയാത്തതുകൊണ്ട്, നിങ്ങളെ ചാനലുകാർ പറയാത്തതുകൊണ്ട് അത് അറിയുന്നില്ല. വലിയ സമ്മാനത്തിന് മാത്രമാണല്ലോ വരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് പ്രൈസ് അടിക്കുന്നുണ്ട്, നല്ല സെയിലുണ്ട്, നല്ല ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ കടയിൽ കച്ചവടം 3 ദിവസമായി കൂടി തന്നെ പറയുന്നു. ഇനി നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ 20 കോടി ലഭിച്ച ഭാഗ്യശാലി, അദ്ദേഹം എവിടെയാണ്? സ്വാഭാവികമായും വെള്ളിയാഴ്ച അവധി ദിവസമായിരുന്നു, വെള്ളിയാഴ്ച റിപ്പബ്ലിക് ഡേ. ശനിയാഴ്ച ബാങ്ക് പ്രവർത്തിക്കും, ലോട്ടറി ഓഫീസും ഒക്കെ ഉണ്ട്. പക്ഷേ നാളെ രാവിലെ തന്നെ ഈ ഭാഗ്യവാൻ ലോട്ടറി ഓഫീസിലെത്താം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയും ചെയ്യാം. ഒരു വലിയ രഹസ്യാത്മക പലപ്പോഴും ഇപ്പോൾ ഈ ലോട്ടറി അടിക്കുന്നവരൊക്കെ വച്ചു പുലർത്തുന്നുണ്ട്. വലിയ തുകയാണ്. അതിന്റെ ഭാഗമായുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ച ആളുകൾക്കും ഭീഷണി ഉണ്ടാകാം. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ആൾ മറഞ്ഞിരിക്കുന്നതാകാം. നാളെ തന്നെ, അതായത് ശനിയാഴ്ച തന്നെ ഈ ഭാഗ്യവാൻ ഈ ലോട്ടറി ഡയറക്ടറേറ്റിലോ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെയോ ഒക്കെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. ഭാഗ്യവാൻ ആരെന്നറിയാൻ കേരളവും കാത്തിരിക്കുകയാണ്. ലോട്ടറി കൂടുതൽ ആളുകൾ എടുക്കും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ കടയിൽ കച്ചവടം കൂടുന്നു. പുതിയ ബമ്പറിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന കാലമാണ്. ഏതായാലും ആ ഭാഗ്യവാൻ അധികം വൈകാതെ പുറം ലോകത്തേക്ക് വരും, അല്ലെങ്കിൽ ആരാണെന്ന് നാട്ടുകാർ, കേരളീയർക്ക് മുഴുവൻ അറിയാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.